ഉമറുൽ ഫാറൂഖ് സഖാഫി ഉസ്താദ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുകയും രണ്ട് വാക്ക് പറയാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ ഹിക്കമിൽ പറയുന്ന ഒരു ഹിക്മത്ത് നമ്മളൊക്കെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണ്. മൻ അഷ്റഖത്ത് ബിദായത്തുഹു അഷ്റഖത്ത് നിഹായത്തുഹു എന്നുള്ളതാണ്. ഒരാളുടെ തുടക്കം അത് ഉഷാറായാൽ, അത് പ്രകാശപൂരിതമായാൽ ഒടുക്കവും പ്രകാശപൂരിതമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകത്തിലും കാസർഗോഡും ഈ ഒരു പരിസര പ്രദേശത്ത് ഇത്രമാത്രം ഇഷ്റാഖുള്ള ഒരു ബിദായത്ത് ഈ കുട്ടികൾക്കല്ലാതെ വേറെ ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കിട്ടാൻ പോകുന്ന ഒരു നിധി അത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകളാണ്. അതിലാർക്കും സംശയമല്ല. ഉസ്താദ് മലപ്പുറത്തിൻ്റെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ നിങ്ങൾക്ക് 10 മിനിറ്റ് ഒരു ദർസ് ചൊല്ലിക്കൊടുക്കാനായിട്ട് തുടങ്ങിത്തരാനായിട്ട് ഇത്രയും ദൂരം താണ്ടി വന്നത്. ഇതൊരു പക്ഷേ വളരെ വലിയ അത്ഭുതവും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഒരു കറാമത്തുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ ഇഖ്ലാസിൻ്റെ ആ കട്ടി കൊണ്ടാണ് സുലൈമാൻ ഉസ്താദിനെ അള്ളാഹു ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഇത്രയും സാദാത്തുക്കളുടെ നടുവിൽ, ഉലമാക്കളുടെ നടുവിൽ ഇങ്ങനെ ഒരു തുടക്കം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു തുടക്കമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഷറഫു സാദാത്ത് സയ്യിദ് അവറുകൾ എന്നോട് കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതൊരിക്കലും നിരസിക്കാനാകില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഈ സ്ഥാപനത്തെ വളർത്താനും എൻ്റെ ഒരു മനസ്സനുസരിച്ച് കർണാടക സ്റ്റേറ്റിൽ തന്നെ ഇത്രയും വളരെ നല്ലൊരു ഉഷാറുള്ള സ്ഥാപനം വേറെ ഉണ്ടാവില്ല എന്നുള്ള നിലക്ക്, ഉണ്ടാവരുത് എന്നുള്ള നിലക്കല്ല, ഉണ്ടാകാത്ത നിലക്ക് അത്രയും ഉഷാറായിട്ട് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യുകയും ഇന്നു മുതൽ നമ്മൾ കഠിനമായി പരിശ്രമത്തിൻ്റെ പാതയിൽ, കുട്ടികൾ നല്ലോണം പഠിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് അവർക്ക് കുട്ടികൾക്ക് എന്താണ് വേണ്ടിയത്, ഇനിയിപ്പോൾ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ വേണം, അതാരെങ്കിലും സ്പോൺസർ ചെയ്യണം, കുട്ടികൾക്ക് നല്ല കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, അതാരെങ്കിലും തരണം, നല്ല കിതാബുകൾ ഒരുപാട് വേണം, അതാരെങ്കിലും തരണം. അപ്പോൾ അങ്ങനെ എന്താണോ വേണ്ടിയത് അതൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നമ്മുടെ ഈ കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഈ കുട്ടികളെ മാറ്റണം. അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മനസ്സിലൊരു കഠിനമായ ആഗ്രഹം, ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കൽ നമുക്ക് ഫർള് കിഫയാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല, അത് നമുക്ക് ഫർള് ഐനാണ്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പിന്നെ എല്ലാവരെയും കാണുമല്ലോ, ഇനിയുള്ള പരിപാടികൾക്കൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.